MBBS വിദ്യാർത്ഥിനികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച വിദ്യാർത്ഥി പിടിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി വയനാട് സ്വദേശി ആബേലാണ് പിടിയിലായത്. 13ഓളം സീനിയർ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ആബേൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. കേസിൽ ആബേലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ആബേലിനെതിരെ ചുമത്തിയതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്തിനാണ് ആബേൽ ഇങ്ങനെ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്? അതോടൊപ്പം തന്നെ ഇത്രയും ഗുരുതരമായിട്ടൊരു കുറ്റം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പോലീസ് നിസ്സാര വകുപ്പുകൾ ചുമത്തിയത്? എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നാണ് പോലീസ് നൽകുന്ന മൊഴി. പക്ഷേ ഗുരുതരമായ അനാസ്ഥ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് യുവതികൾ അടക്കമുള്ളവർ ചേർന്ന് ഇന്നലെ അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറിയത്. പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്ന ആബേൽ അഗസ്റ്റിൻ. വയനാട് കാക്കിവയൽ സ്വദേശിയാണ്. ആബേലിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുകയും ആ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയുമായിരുന്നു. പക്ഷേ ജാമ്യം ലഭിക്കാൻ ഇടയായ സാഹചര്യമാണ് മറ്റ് വിദ്യാർത്ഥികളെ ചൊടിപ്പിച്ചത്. അതായത് നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. അതുകൊണ്ടാണ് ആബേലിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ വീണ്ടും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി പറയാനെത്തിയ യുവതികളുടെ ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയെന്ന് ആരോപിച്ച് വീണ്ടും പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായത്. നിലവിൽ ആബേൽ അഗസ്റ്റിനെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്ത FIRന് പുറമെ മറ്റ് ചില FIRകൾ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിൽ എത്ര വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം അതോടൊപ്പം മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് അവരുടെ ചിത്രങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് FIRൽ പറയുന്നത്. ഇതിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. മറ്റെന്തെങ്കിലും പൂർവ്വവൈരാഗ്യം ഇവരോടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ, അതോ അതിനപ്പുറത്ത് ഇയാൾ എന്തെങ്കിലും ഒരു മാനസിക വൈകൃതം കാരണം ഇങ്ങനെ ചെയ്തതാണോ? ഇതിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. അതിൽ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കുറ്റക്കാരായവർക്കെതിരെ കർശനമായ നടപടി ഉറപ്പുവരുത്തുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഡാൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ആബേലിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ആബേലിനെ സംരക്ഷിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയോ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണോ ആബേൽ? കാരണം ഇത്രയും വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും പോലീസ് മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാതെയും ഒപ്പം ഈ പ്രതിഷേധത്തിന് എത്തിയ വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത് അത് എന്തിനായിരിക്കും? അത് സംബന്ധിച്ച് നമുക്കും കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു സംരക്ഷണം ലഭിച്ചത് എന്ന കാര്യത്തിൽ. പക്ഷേ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായത്. ഇതോടെയാണ് പോലീസ് നടപടിയെടുക്കാൻ നിർബന്ധിതരാകുകയും അങ്ങനെ ഇയാളുടെ അറസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ FIRകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഏതെങ്കിലും രാഷ്ട്രീയ സംരക്ഷണം ഇയാൾക്ക് ലഭിച്ചിരുന്നോ, ആ ബലത്തിലാണോ ഈ നടപടി ഇങ്ങനെ തുടർന്നത്? ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ പോലീസ് നൽകുന്ന സൂചനകൾ, പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ അനുസരിച്ച് നേരത്തെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പരാതികൾ ആബേലിനെതിരെ ഉയർന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചും പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ അതിന് കൃത്യമായ മറുപടി, അതായത് നിലവിലെ അന്വേഷണത്തിൽ എന്താണ് ആബേലിനെതിരായ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ വേണ്ടിവരുമെന്ന് മാത്രമാണ് പോലീസ് നൽകുന്ന വിവരം. സീനിയർ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആബേൽ അഗസ്റ്റിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. MBBS വിദ്യാർത്ഥിനികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച വിദ്യാർത്ഥിയാണ്
പിടിയിലായിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി വയനാട് സ്വദേശി ആബേലാണ് പിടിയിലായത്. 13ഓളം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ആബേൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. കേസിൽ ആബേലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരിക്കുന്നത്. നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ആബേലിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.